ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു ലോൺ വോൾഫ്, ചെറിയൊരു ലോൺ വോൾഫ് ഞാൻ കളിച്ചൊരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ കളിയിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് കളി. ഇതെൻ്റെ ആളെ തന്നെ ആട്ടെ. ഇതെന്തോ ഒരു ബഗ് അടിച്ച് ഷോട്ട് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ നിൽക്കുന്നവരാണ് നോ ഇൻ്റർനെറ്റ് പ്രാങ്ക് ചെയ്യുന്നത്. നോ ഇൻ്റർനെറ്റ് പ്രാങ്ക് ചെയ്ത് എനിക്ക് അന്നേരം തോന്നിയായിരുന്നു. പക്ഷെ സാധാരണ നാലാമത്തെ കളിയാവുമ്പോഴാണല്ലോ എല്ലാവരും നോ ഇൻ്റർനെറ്റ് പ്രാങ്ക് എടുക്കുന്നത്. ഇതാവും മൂന്നാമത്തെ കളിയായിട്ട് എടുക്കും. നിങ്ങൾ കണ്ടോ? ഒരു എൻ്റെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ അടുത്ത കളി തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ വെറുതെ ബോറടിച്ചിരിക്കുന്ന. ഞാൻ കളിക്കില്ലല്ലോ. ഇപ്പൊ കളി ഞാൻ നിങ്ങളെ കാണിച്ചു തരില്ലേ. ശരിക്കും ഇതുണ്ട്, 2-3 ബുള്ളറ്റൊക്കെ വരുന്നില്ലേ. ഞാൻ 1 ബുള്ളറ്റ് ചെയ്തതാണ്. 1 ബുള്ളറ്റ് അല്ല കയറിയത്. പക്ഷെ വീഡിയോക്കകത്ത് വന്നപ്പം അത് ഇത്രയായിപ്പോയി. പക്ഷെ എന്തോ ചെയ്യാനോ. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇപ്പം ഈ കളി ഉണ്ടല്ലോ, ഈ കളി കഴിയുമ്പം ഈ വീഡിയോക്കകത്ത് ഹൈലൈറ്റ്സ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ വീഡിയോ കാണും. അവൻ വന്നതുകൊണ്ട് ഒരു ജലദിക്ക് നൈസായിട്ട് അവൻ കുത്തിപ്പിടിച്ച് ഇങ്ങോട്ടൊക്കെ ഇട്ട്. അത് എനിക്ക് ദേഷ്യം വന്നത്. ഇത്രയും നേരം അവന് ഇങ്ങോട്ട് പോലും ഇട്ടില്ലല്ലോ. അവൻ ഇൻ്റർനെറ്റ് ഇല്ലെന്ന് എനിക്കറിയാമായിരുന്നു. എന്നിട്ടും അവൻ എന്നെ വന്ന് ഇമോട്ട് ഇട്ടത്. അടുത്ത കളി ഇമോട്ട് ഇടാമെന്നും പറഞ്ഞ് പോയതാണ്. പക്ഷെ അടുത്ത കളി ഞങ്ങൾ കാണും. ഇമോട്ട് ഇടാൻ പറ്റിയില്ല. ഇത്രയും നിൽക്കില്ല ശരിക്കും. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫേക്ക് ഡാമേജ് കയറിയായിരുന്നു. 262, 266. പക്ഷേ എന്ത് ചെയ്യാൻ, ഞാൻ ആദ്യമേ വിചാരിച്ചത് ശരിക്കും കയറിയതാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഇമോട്ടിടാൻ മറന്നുപോയി. സുഹൃത്തുക്കളെ, ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞ് ആലോചിച്ചത്. വീഡിയോ അല്ല, കളിച്ച് കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചു. ആ കളി കഴിഞ്ഞപ്പോൾ ആ മെഡിക്കറ്റ് അടിച്ചങ്ങോട്ട് ഇരുന്ന് അടുത്ത റൗണ്ടിൻ്റെ ഇത് വന്നില്ല. അന്നേരം ഞാൻ ആലോചിച്ചു, അയ്യോ. പിന്നെ ബൂയേക്ക് ഇങ്ങോട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വീഡിയോക്കകത്ത് ബൂയേക്കുള്ള ഇങ്ങോട്ട് കാണിച്ചു. ഇതാണ് ഫൈനൽ റൗണ്ട്. ഞാൻ ജയിക്കുവാണോ ഫൈനലില്ല, അവൻ ജയിക്കുവാണോ ഇതല്ല ഫൈനൽ. അങ്ങനെ 2 മെഡിക്കറ്റ് ഫൈനലായിട്ട് അടിച്ചിട്ടുണ്ട്. അടിച്ചിട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ, ഇനി നമുക്ക് ഹൈലൈറ്റ്സ് കാണാം. ഇതാണ് ഹൈലൈറ്റ്സ്. അത് ഞാൻ പറഞ്ഞല്ലോ, ബഗ്. എന്തോ ഗൺമാൻ. അടുത്ത ഹൈലൈറ്റ്. ഇത് ഹൈലൈറ്റ് ആയതുകൊണ്ട് നമ്മളടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഗൺമാൻ എമേറ്റിക്കാണ്. മോനെ ശരിക്കും ആ 114 ഏറിയില്ലേ, അത് ശരിക്കും ഞാൻ 1 ബുള്ളറ്റിൽ അടിച്ചിട്ട്. പക്ഷേ വന്നില്ല.
എവിടുന്നാലും എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ആ കാരിയറിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അടിച്ചു. എങ്ങനെ അടിച്ച് ആർക്കറിയാം. ഓക്കേ, ഓക്കെ സുഹൃത്തുക്കളെ, ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ ബൈ. ചിന്തീ പൊരി ചിന്തണ ചോലകൾ ചിന്താരകൾ ചോക്കണതോ മതയാന